അപ്പം നാലാമത്തെ ടാസ്ക് കഴിഞ്ഞു. നാലാമത്തെ ടാസ്കിൽ വിജയിച്ചത് ജിൻഡോയാണ്. ജിൻഡോ 2.5 മിനിറ്റ് എടുത്താണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നത്. ഇതിച്ചിരി കടുകട്ടി ടാസ്കായിരുന്നു. ഇത്രയും ദിവസം കണ്ട ടാസ്കേ അല്ലായിരുന്നു. 2ാം സ്ഥാനത്ത് നമ്മൾ അഭിഷേക് എത്തി, 3ാം സ്ഥാനത്ത് ജാസ്മിനും എത്തി. അങ്ങനെ ജിൻഡോയ്ക്ക് 3 പോയിന്റും അഭിഷേകിന് 2 പോയിന്റ്, ജാസ്മിന് 1 പോയിന്റും ആയിട്ട് കളി ഇങ്ങനെ പോകുന്നു. ഒരു പ്രതലമുണ്ട്. പ്രതലം എന്ന് പറയുന്നത് ചെങ്കുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രതലം പോലെ, അത് കയറിട്ട് ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതായിരുന്നു. ബാലൻസ് ചെയ്ത് എന്നിട്ട് 2 പെഡസ്റ്റൽ 2 പുറയിലും അതിന് മുമ്പിലുമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പോയിട്ട് ഈ പെഡസ്റ്റലിൽ വെച്ചിരിക്കുന്ന ഓരോ കട്ടയുണ്ട്, ആ കട്ട എടുത്തുകൊണ്ട് വന്ന് ഈ പ്രതലത്തിൽ വെക്കണം. പ്രതലത്തിൽ വെക്കണമെന്ന് പറഞ്ഞാൽ ഇത് ചെങ്കുത്തായിട്ട് കിടക്കുവാണ് ഈ പ്രതലം. എന്നിട്ടൊരു കയറിട്ട് ബന്ധിച്ചിട്ടുണ്ട്. ആ കയറ് ബാലൻസ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ ഇത് നേരെ വരത്തുള്ളൂ, അല്ലെങ്കിൽ ചെങ്കുത്തായിട്ട് കിടക്കത്തുള്ളൂ. അപ്പം ആ കയറിലെ ബാലൻസ് വിടാൻ പാടില്ല. ബാലൻസ് വിടാതെ പുറകിലോട്ട് പോയി ആ പിഴശലിൽ വെച്ചിരിക്കുന്ന ആ കട്ട എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെക്കണം. വെക്കുമ്പോഴെല്ലാം നമ്മൾ അത് ഒരു കാരണവശാലും കൈവിടാൻ പാടില്ല. അങ്ങനെ 4 കട്ടകൾ, ആദ്യത്തെ പ്രശ്നം വെച്ചിരിക്കുന്ന 4 കട്ടകൾ വെച്ചത്, ആദ്യമായിട്ട് വെച്ചത് എനിക്ക് തോന്നുന്നു ഏറ്റവും സമയം കുറച്ച് വെച്ചത് നമ്മുടെ അഭിഷേക് തന്നെയാണ്. 55 സെക്കൻഡ് കൊണ്ട് അത് വെച്ചു. ബാക്കി മിക്കവാറും എല്ലാവരും 4 കട്ടകൾ വെച്ചു. പക്ഷേ 5ാമത്തെ ഒരു കട്ട അത് അല്പം കൂടെ പുറകിലാണ്, 2ാമത്തെ പെഡസ്റ്റലാണ് വെച്ചേക്കുന്നത്. അവിടെ 4 കട്ടയുണ്ട്. ഇത് വെച്ചതിന് ശേഷം പുറകിൽ പോയി ബാലൻസ് ചെയ്ത് പുറകിൽ പോയി ആ 4 കട്ടയും കൊണ്ട് വെക്കണമെന്നായിരുന്നു ടാസ്ക്. അത് ജിൻഡോ വളരെ പ്രയാസപ്പെട്ട് പുറകിൽ പോയി 4 കട്ടയുടെ കൂടെ 5ാമത്തെ ഒരു കട്ട എടുത്തുകൊണ്ട് വന്ന് ഈ പ്രതലത്തിൽ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ കയറ് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ വെച്ചേക്കുന്ന 4 എണ്ണം പോകും. അർജുനൊക്കെ ആദ്യമേ തന്നെ 4 കട്ട വെച്ചെങ്കിലും 5ാമത്തെ കട്ട എടുക്കാൻ പോയപ്പം കയ്യിൽ നിന്ന് വിട്ടു. 5ാമത്തെ കട്ട എടുക്കാൻ പോയപ്പോഴാണ് മിക്കവാറും എല്ലാവരെയും ആ 4 കട്ടകൾ താഴെ പോകുന്നത്. അഭിഷേക് 55 മിനിറ്റ് കൊണ്ട് ആ 4 കട്ടകൾ പൂർത്തീകരിച്ചെങ്കിലും 5ാമത്തെ കട്ട എടുക്കാനും അഭിഷേകിനും കഴിഞ്ഞില്ല. ഏതായാലും 5ാമത്തെ കട്ട എടുത്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് നമ്മുടെ ജിൻഡോയാണ്. അങ്ങനെ ജിൻഡോ 2.5 മിനിറ്റിന് മുകളിലെടുത്തു എന്ന് തോന്നുന്നു. അങ്ങനെ ജിൻഡോ 1ാം സ്ഥാനം നേടി. 2ാം സ്ഥാനം ഞാൻ പറഞ്ഞ പോലെ അഭിഷേക് തന്നെയാണ്. 55 സെക്കൻഡ് കൊണ്ട് 4 കട്ടകൾ വെച്ചു. വേറെ ആർക്കും 5ാമത്തെ കട്ട വെക്കാൻ പറ്റിയില്ല, ജിൻഡോയ്ക്ക് മാത്രമേ പറ്റിയുള്ളൂ. അഭിഷേക് 4 കട്ട 55 സെക്കൻഡ് കൊണ്ട് വെച്ച് അഭിഷേക് 2ാം സ്ഥാനവും ജാസ്മിൻ 3ാം സ്ഥാനവും നേടി. അങ്ങനെ അവർക്കെല്ലാം ജിൻഡോ ആദ്യമായിട്ട് ഗ്രാൻഡ് ഫിനാലയിലെ ആ ടിക്കറ്റ് ഫിനാലെ അല്ലേ, അതിലേക്ക് പോയിന്റ് നേടി സ്ഥാനം ഉറപ്പിച്ചു. ഏതായാലും അഭിഷേക് ബഹുദൂരം മുന്നിലാണ്. ഇപ്പം 2ാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അഭിഷേകിന് 2 പോയിന്റും കൂടെ ആയപ്പോൾ 10 പോയിന്റ് അഭിഷേകിന് കിട്ടിയിട്ടുണ്ട്. സായി 5 പോയിന്റുമായി 2ാം സ്ഥാനത്തും ജിൻഡോ 3 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടറിയാം.